നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബന്ദിയോട് മുട്ടത്ത് ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഉപ്പള നയാബസാറിലെ മുഹമ്മദ് മിഷ്ഹാബാണ് മരിച്ചത്. സുഹൃത്തിന് ഗുരുതരം. മഞ്ചേശ്വരത്ത് കർണാടക RTC ബസ്സിലെ യാത്രക്കാരെ നടുറോട്ടിൽ ഇറക്കി. ബസ് തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. പോരാട്ടം ലഹരിക്കെതിരെ വലിയ പറമ്പ് ദ്വീപിലെ വനിതകളുടെ മിന്നൽ സേനയുടെ പ്രവർത്തനം വേറിട്ടതാകുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് യൂണിറ്റ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ. തൃക്കരിപ്പൂരിൽ നിന്നും കാലിക്കടവിലേക്ക് കൂട്ടയോട്ട മത്സരം നടത്തി. പാണത്തൂർ മഞ്ഞരുക്കം കോവിലകം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിന് ശനിയാഴ്ച തുടക്കമാകും. 8 ദിവസം നീളുന്ന കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ബന്ദിയോട് മുട്ടത്ത് ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഉപ്പള നയാബസാർ നാട്ടക്കൽ ഹൗസിലെ അബ്ദുൽ ഖാദറിന്റെ മകൻ മുഹമ്മദ് മിഷ്ഹാബാണ് മരിച്ചത്. അപകടത്തിൽ മിഷ്ഹാബിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 10:45 ബന്ദിയോട് മുട്ടത്ത് അപകടമുണ്ടായത്. സുഹൃത്തിനൊപ്പം പോകവേ മിഷ്ഹാബിന്റെ ബൈക്കിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മിഷ്ഹാബ് മരിച്ചു. സുഹൃത്ത് ഗുരുതര നിലയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രി കാസർഗോട്ടെ ടർഫിൽ കളിക്കുവാനെത്തിയതായിരുന്നു മിഷ്ഹാബ്. രാവിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. ദേശീയപാത കരാർ പ്രവൃത്തിയിലുള്ള ടിപ്പർ ലോറിയാണ് ബൈക്കിലിടിച്ചത്. മരിച്ച മിഷ്ഹാബ് ഉപ്പള നയാബസാർ നാട്ടക്കൽ ഹൗസിലെ അബ്ദുൽ ഖാദറിന്റെ മകനാണ്. 21-കാരനായ മിഷ്ഹാബ് മംഗളൂരുവിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയാണ്. അബ്ദുൽ റഹ്മാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് കർണാടക RTC ബസ്സിലെ യാത്രക്കാരെ നടുറോഡിൽ ഇറക്കിയതിനെ തുടർന്ന് നാട്ടുകാർ ബസ് തടഞ്ഞു. സർവീസ് റോഡ് വഴിയുള്ള യാത്ര ഒഴിവാക്കി പുതിയ 6-വരി പാതയിൽ സഞ്ചരിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്നും നടുറോഡിൽ ഇറക്കി വിടുകയും ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ബസ് തടയുകയായിരുന്നു. വാഹന ഗതാഗതം ആരംഭിച്ചതോടെ സംസ്ഥാന ട്രാൻസ്പോർട്ട് ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് റോഡിലൂടെ സർവീസ് നടത്തണമെന്ന ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ചില ഡ്രൈവർമാർ ഈ ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർവീസ് റോഡ് ഒഴിവാക്കി ഹൈവേയിൽ തന്നെ അമിത വേഗതയിൽ വാഹനമോടിക്കുന്നത് നിത്യകാഴ്ചയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ സർവീസ് റോഡിൽ ബസ് കാത്തു നിൽക്കുന്ന വയോധികരും ഗർഭിണികളും സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒട്ടേറെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. കൂടാതെ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടവരെ ദേശീയപാതയുടെ നടു റോഡിൽ ഇറക്കിവിടുന്നു. ഈ യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന കർണാടക RTC ബസ് സർവീസ് റോഡിൽ പോകാതെ നടു റോഡിൽ യാത്രക്കാരെ ഇറക്കിവിടുന്ന കാഴ്ച ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ബസ് തടഞ്ഞു. നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് കിലോമീറ്ററോളം തിരികെ വിട്ട് സർവീസ് റോഡ് വഴി തന്നെ യാത്ര നടത്തി. അധികൃതരെ വിവരം അറിയിച്ച് ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AC അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് വിദ്യാനഗർ അസാപ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AC അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ രംഗത്തും സ്ത്രീകളെ ശക്തിപ്പെടുത്തുക, സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ധൈര്യം ലഭിക്കുക, എവിടെയും ആരുടെ മുമ്പിലും തലയുയർത്തി നിന്നുകൊണ്ട് അവരുടെ കാര്യം പറയാനുള്ളൊരു കഴിവ് നേടിക്കൊടുക്കുക, ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മൾക്കറിയാം, നമ്മുടെ പ്രസിഡന്റ് പോലും ഇന്നൊരു വനിതയാണ്. രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന, ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നതും ഒരു സ്ത്രീയാണ്. അങ്ങനെ സ്ത്രീകളെ എല്ലാ രംഗത്തും ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വനിതയെ നമ്മൾ ഭാരതത്തിൻ്റെ പ്രസിഡന്റാക്കി മാറ്റിയത്. മുതിർന്ന അഭിഭാഷകയും മീഡിയേറ്ററുമായ അഡ്വക്കേറ്റ് ആലീസ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോകത്ത് സമാധാനം ഉള്ളപ്പോൾ മാത്രമേ മനുഷ്യന് പുതിയ പുതിയ സൗകര്യങ്ങളും
അവൻ്റെ സാംസ്കാരിക രംഗത്തും അവൻ്റെ ചിന്താമണ്ഡലത്തിലും സ്നേഹവും സൗഹാർദ്ദവും വളർന്നു വരും. അല്ലെങ്കിൽ ഗ്യാസയിൽ യുദ്ധത്തിലാണ്, ഉക്രൈനിൽ യുദ്ധത്തിലാണ് നമ്മൾ, അല്ലേ? എത്രയോ ആ പണവും ആ സമയവും എത്ര സർഗാത്മകമായ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ട എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും എന്തെല്ലാം പ്രവർത്തനങ്ങളും സോമാലിയയിലെ കുട്ടികളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാനും ഒക്കെ ഉപയോഗിക്കേണ്ട സമയത്തിനാണ് നമ്മൾ വീണ്ടും ഉക്രൈനിലും ഗാസയിലും വെടിപൊട്ടിച്ച് നഷ്ടപ്പെടുത്തുന്നത്. അപ്പം ഏറ്റവും പരമപ്രധാനമായി മനുഷ്യരുടെ മനസ്സിലേക്ക് വരേണ്ടത് എപ്പോഴും ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ബീന KM അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രവീന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P മുരളീധരൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. അഡ്വക്കേറ്റ് കുസുമ M സ്വാഗതവും അഡ്വക്കേറ്റ് അക്ഷത MA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സണ്ണക്കൂഡ്ലു ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കുണിത ഭജന നടന്നു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭക്തിയുടെ നിറവിൽ ഭജന നടന്നത്. തലപ്പാടി ശാരദാ വിദ്യാനികേതന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കുണിത ഭജന ശ്രദ്ധേയമായി. ഭക്തിയുടെ ഉത്സവം തീർത്ത് കാസർഗോഡ് സണ്ണക്കൂഡ്ലു ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കുണിത ഭജന നടന്നു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭക്തിയുടെ നിറവിൽ കുണിത ഭജന നടന്നത്. തലപ്പാടി ശാരദ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കുണിത ഭജന അവതരിപ്പിച്ചത്. ഭക്തിയുടെ കാഴ്ചാനുഭവവും സംഗീത നിറവും പകർന്ന കുണിത ഭജന ഭക്തർക്ക് ആത്മീയ സായുജ്യം പകർന്നു. നൂറോളം കുട്ടികളാണ് കുണിത ഭജനയിൽ അണിനിരന്നത്. തലപ്പാടി ശാരദാ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ നേരത്തെ ഭജന അവതരണ രംഗത്തായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ കുണിത ഭജന രംഗത്തേക്കും ചുവട് വെച്ചത്. ഇതിനകം തന്നെ കർണാടകയിൽ ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ കുണിത ഭജന അവതരിപ്പിച്ചതായി സ്കൂൾ അധ്യാപിക സവിത പറഞ്ഞു. സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവരുടെ മികച്ച സഹകരണമാണ് ഇതിനായി ലഭിക്കുന്നതെന്നും കുണിത ഭജനയ്ക്ക് മികച്ച അഭിപ്രായം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും സവിത ടീച്ചർ KCN ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് തന്നെ ഒരു 10 ടീച്ചറും പിന്നെ ഒരു 100 കുട്ടികൾ കൊണ്ടുവന്നിട്ടാണ് ഈ കുണിത്ത ഭജന ഇന്ന്. എല്ലാ വർഷം വരലുണ്ട്, പക്ഷേ കുണിത്ത ഭജന ഞങ്ങൾ ഇവിടെ കൊണ്ടുവരല് ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ. പക്ഷെ ഭജന ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ വരലുണ്ട്. ഇത് 1ാം ക്ലാസ് തൊട്ട് 9 വരെയുള്ള കുട്ടികളാണ് ഇതിലുള്ളത്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 9th സ്റ്റാൻഡേർഡ്. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഭജനയും നടന്നു. നിരവധി ടീമുകൾ ഭജന അവതരിപ്പിച്ചു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി മറ്റ് ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വനിതാ ദിനത്തിൽ വനിതകൾക്ക് ആദരവ് നൽകി കാസർഗോഡ് ഭീമ ജ്വല്ലറി. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തി മറ്റുള്ളവർക്ക് മാതൃക പകർന്ന 7ഓളം വനിതകളെയാണ് ആദരിച്ചത്. ഭീമ ജ്വല്ലറി വനിതകൾക്ക് സൗജന്യ ബസ് യാത്രയും ഒരുക്കി. വനിതാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ വനിതകൾക്കായുള്ള പ്രത്യേക ആദരിക്കൽ ചടങ്ങ് നടന്നു. ഷോറൂമിൽ വെച്ചായിരുന്നു ആദരവ് നൽകിയത്. ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളെയും നേരിട്ട് അതിനെ അതിജീവിക്കുവാൻ സ്വയം തൊഴിൽ കണ്ടെത്തി മുന്നോട്ട് ജീവിതം നയിക്കുന്ന 7ഓളം വനിതകളെയാണ് ഭീമ ജ്വല്ലറി ആദരിച്ചത്. ലക്ഷ്മി, ബേബി, മഞ്ജു, സരസ്വതി, സുഗന്ധി, ജലജ, രേവതി എന്നീ 7 വനിതകളെ പൊന്നാടയണിയിച്ചും എക്സലൻസ് സർട്ടിഫിക്കറ്റിനൊപ്പം ഉപഹാരവും കൂടി നൽകിയാണ് ആദരവ് പ്രകടിപ്പിച്ചത്.
വനിതാ ദിനത്തിൽ വനിതകൾക്കായി സൗജന്യ ബസ് യാത്രയും ഭീമ ജ്വല്ലറി ഒരുക്കിയിരുന്നു. കാസർഗോഡ് ബദിയടുക്ക റൂട്ടിലെ ദുർഗ ഗണേഷ്, കാസർഗോഡ് ബന്ദടുക്ക റൂട്ടിലെ അക്ഷയ എന്നീ ബസ്സുകളിലെ വനിതാ യാത്രക്കാർക്കായിരുന്നു സൗജന്യ യാത്ര ഒരുക്കിയത്. ബസ് ടിക്കറ്റിന് പകരം ഭീമ ജ്വല്ലറിയുടെ ഡിസ്കൗണ്ട് കാർഡ് നൽകി സൗജന്യ യാത്ര ചെയ്യുവാനുള്ള സൗകര്യമായിരുന്നു ഒരുക്കിയത്. ഒപ്പം വനിതാ ദിന ആശംസകളും അറിയിച്ചു. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഷോറൂം മാനേജർ രാജേഷ്, അസിസ്റ്റന്റ് മാനേജർ ഗോപകുമാർ, ഫ്ലോർ സൂപ്പർവൈസർ ഷാജി, മാർക്കറ്റിംഗ് ഇൻചാർജ് ശ്രീജിത്ത്, പബ്ലിക് റിലേഷൻസ് ഓഫീസർ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്ത്രീകൾ ഇടപെടൽ നടത്താത്ത മേഖലകളില്ല എന്ന് പറയാവുന്ന മാറിയ കാലത്ത് വലിയപറമ്പ് ദ്വീപിൽ ലഹരിയെ പ്രതിരോധിക്കുവാൻ രൂപീകരിച്ച വനിതകളുടെ മിന്നൽ സേനയുടെ പ്രവർത്തനം വേറിട്ടതാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീ CDSൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും സഹകരണത്തോടെ കഴിഞ്ഞ 2 വർഷം മുൻപ് തുടക്കമിട്ട സേനാംഗങ്ങൾ ലഹരിക്കെതിരെ പൊരുതുകയാണ്. മോഡൽ ജെൻഡർ റിസോഴ്സ് യോഗത്തിൽ വന്ന നിർദ്ദേശമാണ് മിന്നൽ സേന രൂപീകരണത്തിലേക്ക് എത്തിയത്. 2022 സെപ്റ്റംബറിൽ 2 വാർഡുകളിൽ തുടക്കമിട്ട സേന പിന്നീട് 13 വാർഡുകളിലും രൂപീകരിച്ചു. ഈ വർഷം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മിന്നൽ സേനയുടെ വിപുലീകരണത്തിനായി ഫണ്ട് നീക്കിവെച്ചിട്ടുമുണ്ട്. മുഴുവൻ വാർഡുകളിലുമായി ഇപ്പോൾ 170 പേർ സേനയിൽ അംഗങ്ങളാണ്. രാപ്പകൽ ഭേദമന്യേ ലഹരി വസ്തുക്കൾ വിതരണ ശൃംഖലകളിലുള്ളവരെ നിരവധി തവണ പിടികൂടി പോലീസ് എക്സൈസ് സേനകളെ വിളിച്ചു വരുത്തി കൈമാറിയിട്ടുണ്ട്. നാട്ടുകാരും ജനപ്രതിനിധികളും സന്നദ്ധ സേവകരും ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകി വരുന്നുണ്ട്. വലിയപറമ്പ് ബീച്ചിൽ മിന്നൽ സേന സംഗമവും നടത്തി. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ CDS, മോഡൽ GRC എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച മിന്നൽ സേനാ സംഗമം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ ജില്ലാ മിഷനും സംസ്ഥാന മിഷനും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് കുടുംബശ്രീ വലിയപറമ്പ് CDSന്റെ ഭാഗമായിട്ട്, മോഡൽ GRCയുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് മിന്നൽ സേനയെ ഈ സമൂഹത്തിനകത്തേക്ക്, കേരളത്തിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ എന്താണ് മിന്നൽ സേന? ഇപ്പോ മിന്നൽ സേന 13 വാർഡിനകത്ത് നമ്മൾ രൂപീകരിച്ചു. നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം തുടങ്ങി. അവരെ പിന്തിരിപ്പിക്കാനുള്ള നമ്മൾ ആദ്യം പറഞ്ഞ ഇടപെടലുകൾ ആദ്യം തന്നെ വന്നു. പക്ഷേ ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഉൾക്കരുത്ത് ഇത്തരം മിന്നൽ സേനാംഗങ്ങൾക്ക് കൈവശമുണ്ടായത് കൊണ്ട് തന്നെയാണ് അവർ ഈ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയിട്ടുള്ളത്. ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ EK മല്ലിക അധ്യക്ഷത വഹിച്ചു. നാടിന് മാതൃകയായ ഈ പ്രവർത്തനത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കാസർഗോഡ് ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് P ശ്യാമള, സ്ഥിരം സമിതി അധ്യക്ഷരായ ഖാദർ പാണ്ഡ്യാല, K മനോഹരൻ, പഞ്ചായത്ത് അംഗം M അബ്ദുൽ സലാം, കുടുംബശ്രീ CDS അധ്യക്ഷ EK ബിന്ദു, GRC കമ്മ്യൂണിറ്റി കൗൺസിലർ R രജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാസർഗോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കാസർഗോഡ് KHRA ഭവനിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാസർഗോഡ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ബാങ്ക് റോഡിലെ KHRA ഭവനിൽ വെച്ച് കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗത്തിനും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാടിനും കാസർഗോട്ടെ ഹോട്ടൽ അംഗങ്ങൾക്കും സ്വീകരണം നൽകി. KHRA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കച്ചവടം ചെയ്യണമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്ക് അറിയാം. അവർ കൂടി ഈ കച്ചവടം നമ്മൾ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ധാരണ അല്ല. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും 10,000-ന്റെ ഓരോ ഫൈൻ അടിച്ചൊരു കടലാസ് കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ പല ആൾക്കാർ അടിച്ചില്ല. കാരണം ഞങ്ങളും ചെയർമാനും മുമ്പത്തെ ചെയർമാൻ എല്ലാവരും ഇരുന്നുകൊണ്ട് ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് നമ്മൾ ഉള്ളിലുള്ള ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ എന്തിരുന്നെങ്കിലും നമ്മളെ ജില്ലാ ഭരണകൂടം, അതേപോലെ തന്നെ തദ്ദേശ ഭരണം, ഇതെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തെങ്കിലേ നമുക്ക് എവിടെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും. KHRA മുനിസിപ്പൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുല്ല KH അധ്യക്ഷത വഹിച്ചു.
KHRA സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KHRA രക്ഷാധികാരി അബ്ദുല്ല താജ്, ജില്ലാ ട്രഷറർ രഘുവീർ പൈ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പ്രകാശൻ പരിപ്പുവട, ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് സെഞ്ചുറി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് സ്നേഹോപഹാര സമർപ്പണം നടന്നു. KHRA കാസർഗോഡ് ടൗൺ യൂണിറ്റ് സെക്രട്ടറി അജേഷ് സ്വാഗതവും മുനിസിപ്പൽ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ റസാഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കല്ലക്കട്ട മസ്തൂർ AUP സ്കൂളിന്റെ 78ാം വാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് BRC ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ കാസിം P ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PV കേശവ പതാക ഉയർത്തിയതോടെയാണ് വാർഷിക ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് വിവിധ കലാപരിപാടികൾ ആരംഭിച്ചു. പ്രാർത്ഥനയോടെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായി. കാസർഗോഡ് ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ കാസിം P പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെങ്കള പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ബഷീർ എന്നെ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബെർണാഡ് മൊന്തേരോ വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയലക്ഷ്മി CH വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂളിൽ നിന്നും ഈ വർഷം സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഹരികൃഷ്ണ ഭട്ട് Pക്ക് ഉപഹാര സമർപ്പണം നടന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബെർണാഡ് മൊന്തേരോ ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് ഗോപാലകൃഷ്ണ AN, മാതൃസമിതി അധ്യക്ഷ പാർവതി PI, പൂർവ്വ വിദ്യാർത്ഥി അധ്യക്ഷൻ പ്രൊഫസർ ശ്രീനാഥ് A എന്നിവർ സംസാരിച്ചു. ഹരികൃഷ്ണ ഭട്ട് P മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് മധുര കയ്യെഴുത്ത് മാസിക പ്രകാശനം നടന്നു. ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ കാസിം P പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് സമ്മാന വിതരണം നടന്നു. രാവിലെ മുതൽ ആരംഭിച്ച കലാപരിപാടികൾ ഉച്ചയ്ക്ക് ശേഷവും തുടർന്നു. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് പരിപാടി വീക്ഷിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതുതായി നിലവിൽ വന്ന ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെസ്റ്റ് ബെസ്റ്റൺ പേൾ ക്രീക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗവും UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാനുമായ യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തെ വിജ്ഞാന സാങ്കേതിക സാധ്യതകളെ പ്രയോജനപ്പെടുത്തി സാമൂഹിക സേവന രംഗത്തും സംഘടനാ രംഗത്തും വേറിട്ട പ്രവർത്തന മാതൃകകൾ സൃഷ്ടിച്ചെടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് യഹ്യ തളങ്കര അഭിപ്രായപ്പെട്ടു. പുതിയ തലമുറയെയും സംഘടനാ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരെയും പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലാവണം ഭാരവാഹികൾ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂറോപ്പ് അടക്കമുള്ള നാടുകളിലെ മലയാളി പ്രവാസികൾക്ക് മാതൃകയായ പ്രസ്ഥാനമായി മാറുവാൻ KMCCക്ക് സാധിച്ചുവെന്നും ഇതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നവർ കാലത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ സന്നദ്ധരായിരിക്കണമെന്നും മുഖ്യ പ്രഭാഷണം നിർവഹിച്ച UAE KMCC ട്രഷറർ നിസാർ തളങ്കര അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. നിസാർ തളങ്കര പുതിയ ഭാരവാഹികൾക്കുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ ഇസ്മായിൽ, ഹുസൈനാർ ഹാജി അടച്ചാക്കൈ, ഹംസ തൊട്ടി, ഹനീഫ് ചെർക്കള തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി TR ഹനീഫ് മേൽപ്പറമ്പ് സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലിവ് ടു സ്മൈൽ ഡിജിറ്റൽ അക്കാദമിയിലൂടെ പഠനം പൂർത്തിയാക്കി 10ാം ക്ലാസ്, +2, ബിരുദാനന്തര പരീക്ഷകൾ പാസ്സായ UAEയിലെ വ്യത്യസ്ത എമിറേറ്റുകളിൽ നിന്നുള്ള പഠിതാക്കളുടെ കോൺവൊക്കേഷൻ ദുബായിൽ നടന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ലിവ് ടു സ്മൈൽ ഡിജിറ്റൽ അക്കാദമിയിലൂടെ പഠനം പൂർത്തിയാക്കി 10ാം ക്ലാസ്, +2, ബിരുദാനന്തര പരീക്ഷകൾ പാസ്സായ UAEയിലെ വ്യത്യസ്ത എമിറേറ്റുകളിൽ നിന്നുള്ള പഠിതാക്കളുടെ കോൺവൊക്കേഷൻ ദുബായിൽ നടന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ അംഗീകാരത്തോടെ ദുബായ് ആസ്ഥാനമായി പ്രവർത്തനമാരംഭിക്കുന്ന LTS മിഡിൽ ഈസ്റ്റിൻ്റെ ലോഞ്ചിങ് കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. ലിവ് ടു സ്മൈൽ ഡയറക്ടർമാരായ ഇർഫാദ് മായിപ്പാടി, അഹമ്മദ് ഷെറിൻ, അബ്ദുറഹിമാൻ യരോൾ തുടങ്ങിയവർ സംബന്ധിച്ചു.
പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും വ്യത്യസ്ത കാരണങ്ങളാൽ പഠനം തുടരുവാനാകാത്തവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നതോടൊപ്പം നാഷണൽ ഓപ്പൺ സ്കൂളിൻ്റെ 10ാം ക്ലാസ് +2 തുടങ്ങിയ കോഴ്സുകൾക്കും ഇഗ്നോ തുടങ്ങിയ നിരവധി സർവകലാശാലകളുടെ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും വിദേശത്തിരുന്ന് തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ പഠനം നടത്തി പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യങ്ങളാണ് ലിവ് ടു സ്മൈൽ ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അൽബിർ സ്കൂളുകളിലെ കുരുന്നുകളുടെ കലാവിരുന്ന് വർണ്ണാഭമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിലാണ് അൽ ഫുനൂൻ എന്ന പേരിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. എതിർത്തോട് അൽബിർ സ്കൂൾ, മാവിനക്കട്ട YMK മെമ്മോറിയൽ അൽബിർ സ്കൂൾ, ബേർക്ക ഷംസുൽ ഉലമ അൽബിർ സ്കൂൾ, ബാലടിക്ക ബിസ്മി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നീ സ്കൂളുകൾ സംയുക്തമായാണ് കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചെർക്കള ഹൈമാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഫെസ്റ്റ് മുഷാവറ അംഗം ചെങ്കള അബ്ദുള്ള ഫൈസി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെയും ലക്ഷ്യം നമ്മുടെ സന്താനങ്ങളെ നല്ല രീതിയിൽ ഉറപ്പെടുക്കുക എന്നുള്ളതാണ്. നല്ല രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് അതുപോലൂടെ ജീവിക്കാം, അവർക്ക് മാതാപിതാക്കൾക്ക് ഗുണകരമാകണം, രാജ്യത്തിന് ഗുണമാകണം, നമ്മുടെ മതത്തിന് ഗുണകരമാകണം, നമ്മുടെ രാഷ്ട്രത്തിന് ഗുണകരമാകണം, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരു ടീമിലൂടെ വളരണം. അത് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഇതിന് ശിക്ഷണം നൽകിയാൽ മാത്രമേ അവർ നന്നാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ദഫ്മുട്ട്, ഒപ്പന, ബൈത്ത് റെസിറ്റേഷൻ, പരേഡ് തുടങ്ങിയ പരിപാടികൾ ശ്രദ്ധേയമായി. പാലസ്തീൻ ജനതയുടെ ദുരിതം പ്രമേയമാക്കി അവതരിപ്പിച്ച മൈം ഷോ കാണികളുടെ കയ്യടി നേടി. വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവരെ പരിപാടിയിൽ ആദരിച്ചു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ജാബിർ ഹുദവി ചാനടുക്കം മുഖ്യപ്രഭാഷണം നടത്തി. CP മൊയ്തു മൗലവി, ആശിഷ് ഹുദവി ചാനടുക്കം, ഹാഷിം ബംബ്രാണി, സലാം ചെർക്കള, ആമു സ്റ്റോർ, ലത്തീഫ് കൊല്ലമ്പാടി, ഇബ്രാഹിം മദനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതുതലമുറയ്ക്കിടയിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കുന്ന ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യവും അതിനെതിരെ നടത്തിവരുന്ന ക്യാമ്പയിനിൻ്റെയും ഭാഗമായി തൃക്കരിപ്പൂരിൽ നിന്നും കാലിക്കടവിലേക്ക് കൂട്ടയോട്ട മത്സരം നടത്തി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് നേതൃത്വം നൽകിയത്. ബ്ലോക്ക് തല സന്നദ്ധ സംഘടനാ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും കാലിക്കടവിലേക്ക് ലഹരി വിരുദ്ധ കൂട്ടയോട്ട മത്സരം സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കൂട്ട ഓട്ട മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK ബാവ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷ M സുമേഷ്, K അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ T രത്തില, TS നജീബ്, MV സുജാത, VPP ഷുഹൈബ്, സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് PP അശോകൻ, സജിത്ത് പുളുക്കൂൽ, KM രമ്യ, PP അശോകൻ, K ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. പുരുഷന്മാരുടെ വിഭാഗത്തിൽ മഞ്ജുനാഥ് ചമ്പ്രകാനം 1ാം സ്ഥാനം നേടി. മുത്തുരാജ് കാങ്കോൽ 2ാം സ്ഥാനവും JT മുനീർ കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. സ്ത്രീകളുടെ വിഭാഗത്തിൽ കൃഷ്ണപ്രിയ പ്രാന്തൻചാൽ 1ാമതെത്തി. ഋഷിക കാങ്കോൽ 2ാം സ്ഥാനവും ശ്രീയ പൊള്ളപ്പൊയിൽ 3ാം സ്ഥാനവും നേടി. സമാപന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ വിജയികൾക്ക് ക്യാഷ് പ്രൈസുകൾ നൽകി. ഇരു വിഭാഗങ്ങളിലും 1ാം സ്ഥാനക്കാർക്ക് 3000 രൂപ, 2ാം സ്ഥാനക്കാർക്ക് 2000 രൂപ, 3ാം സ്ഥാനക്കാർക്ക് 1000 രൂപയുമായിരുന്നു സമ്മാനം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പാണത്തൂർ മഞ്ഞടുക്കം കോവിലകം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിന് ശനിയാഴ്ച തുടക്കമാകും. 8 ദിവസം നീളുന്ന കളിയാട്ടത്തിന് ശിവരാത്രി നാളിൽ അർദ്ധരാത്രി ക്ഷേത്രത്തിലെ തെക്കൻ വാതിൽ തുറക്കുന്നതോടെയാണ് തുടക്കമാകുക. കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിൽ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് മഞ്ഞടുക്കം തുളുർവനം. മഞ്ഞടുക്കം കോവിലകം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രം തേക്കോലങ്ങളുടെ വൈവിധ്യത്താൽ ശ്രദ്ധേയമാണ്. 8 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ 101 തെയ്യങ്ങളാണ് കെട്ടിയാടുന്നത്. ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് മാർച്ച് 9 തുടക്കമാവും. ആദ്യമായി നടത്തുന്ന കോലമാണ് അടർഭൂതം. അത് കഴിഞ്ഞിട്ട് വരുന്ന 2 കോലങ്ങളുണ്ട്, നാഗരാജാവും നാഗകന്യയും. അത് ക്ഷേത്ര കാവിലാണ് കെട്ടിയാടിക്കുന്നത്.
അത് പ്രത്യേകമായി ഒന്ന് നിങ്ങൾ ഉൾപ്പെടുത്തണം. രണ്ടാമത്തത് ഭക്ഷണം, അന്നദാനം 5 മുതൽ 8 വരെ മാത്രം നമ്മൾക്ക് ഇവിടെ നടത്താൻ കഴിയുകയുള്ളൂ. കാരണം മൂത്തടുത്ത കുതിര് അടോട്ടുനിന്നും ഇളയടുത്ത കുതിര് കിഴക്കും കരയിൽ നിന്നും വരുന്ന പൂക്കാർ ഇവിടെ കാട്ടൂർ തറവാട്ട് വീട്ടിലെത്തി തറവാട്ടിൽ മൂത്ത അമ്മ സ്ഥാനം വഹിക്കുന്നവർ അവരെ എതിരേറ്റ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ഇവിടുത്തെ അന്നപ്രസാദമായിരിക്കുന്ന പ്രസാദ വിതരണം, പൂക്കാറ കഞ്ഞി എന്നറിയപ്പെടുന്ന പ്രസാദ വിതരണം നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ക്ഷേത്രാങ്കണത്തിൽ അന്നദാനം കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നോട്ടീസ് അടിച്ചാൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് തിരുത്തി വായിക്കുവാൻ വേണ്ടി പ്രത്യേകം ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതും കൂടി നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നു. നോക്കണീശ്വരന്മാരും ആചാരക്കാർക്കും മറ്റംഗങ്ങൾക്കും വെറ്റിലടക്ക നൽകിയ ശേഷം പാണത്തൂർ കാട്ടൂർ വീട്ടിൽ നിന്ന് ദീപവും തിരിയും കോവിലകത്തേക്ക് എഴുന്നള്ളിക്കും. ശനിയാഴ്ച സന്ധ്യയ്ക്ക് അടർബോധം, തുടർന്ന് ക്ഷേത്രകാവിൽ നാഗരാജാവും ദേവകന്യകയും അരങ്ങിലെത്തും. ഞായറാഴ്ച പുലർച്ചെ ദേവരാജാവും ദേവകന്യകയും സന്ധ്യയ്ക്ക് വേടനും കരിവേടനും, 11 രാത്രി ഇരുദൈവങ്ങളും പുറാട്ടും മഞ്ഞാലമ്മാദേവിയും നാട്ടുകാരുടെ കലശവും, തുടർന്ന് ഒളിമകളും കിളിമകളും മാഞ്ചേരി മുത്തപ്പനും, 12 ഉച്ചയ്ക്ക് 1 പൂക്കാർ സംഘത്തെ പാണത്തൂർ കാട്ടൂർ വീട്ടിൽ എതിരേൽക്കൽ, വൈകിട്ട് 6 മുന്നായൂരീശ്വരന്റെ വെള്ളാട്ടം, 13 രാവിലെ മുന്നായൂരീശ്വരന്റെ തിറ, തുടർന്ന് കരിന്ദ്രായർ, പുലിമാരൻ, വേട്ടയ്ക്കൊരുമകൻ തിറകൾ, വൈകിട്ട് മുന്നായൂരീശ്വരന്റെ വെള്ളാട്ടം, കാളപ്പുലിയൻ, പുലിക്കണ്ടൻ, വേട്ടയ്ക്കൊരുമകൻ വെള്ളാട്ടങ്ങൾ, പൈറ്റടി പൂവൻ തെയ്യം, 14 രാവിലെ മുന്നായൂരീശ്വരന്റെ തിറ, തുടർന്ന് കാളപ്പുലിയൻ, പുലിക്കണ്ടൻ, വേട്ടയ്ക്കൊരുമകൻ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് മുന്നായൂരീശ്വരന്റെ വെള്ളാട്ടം, രാത്രി മലങ്കാരി, പുല്ലൂർണൻ വെള്ളാട്ടങ്ങൾ, പുല്ലൂരാളി ദേവി, ബാളോളൻ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ, വേട്ടച്ചേകവനും പുറാട്ടും, മൂത്തേടത്ത് ഇളയെടുത്ത് കലശം, ബ്രാഹ്മണന്റെ പുറപ്പാട്, പുലർച്ചെ ബാളോളൻ തെയ്യം, 15 രാവിലെ 9:30 മുന്നായൂരീശ്വരന്റെ പുറപ്പാട്, വൈകിട്ട് 4 മുന്നായൂരീശ്വരന്റെ മുടിയെടുക്കൽ, തുടർന്ന് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. കളിയാട്ട സമാപന ദിവസമായ 16 തുളുർവനത്ത് ഭഗവതി ക്ഷേത്രപാലകൻ ആചാരക്കാരുടെ കലശം, 17 കലശാട്ട് നടക്കുമെന്ന് മാനേജിംഗ് ട്രസ്റ്റി കാട്ടൂർ തമ്പാൻ നായർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ബേളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആറാട്ട് മഹോത്സവം നടത്തി. ശ്രീ ഭൂതബലി, പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളത്ത്, തിരിച്ചെഴുന്നള്ളത്ത് എന്നിവ നടത്തി. നഗര പ്രദക്ഷിണവും നടന്നു. പ്രസിദ്ധമായ ബേളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആറാട്ട് മഹോത്സവം നടത്തി. ശ്രീ ഭൂതബലി, പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളത്ത് എന്നിവ നടത്തി. പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളത്തും നടത്തി. നഗരപ്രദക്ഷിണവും നടന്നു. ഭക്തിനിർഭരമായ ചടങ്ങിന്റെ ഭാഗമാവാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത്. തുടർന്ന് വിശേഷാൽ പൂജ, ദീപാരാധന, അത്താഴപൂജ, ശയ്യപൂജ എന്നിവ നടത്തി. 12 ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് തെയ്യങ്ങളുടെ തിടങ്ങൽ, 12 മണിക്ക് പൊട്ടൻ തെയ്യത്തിന്റെ പുറപ്പാട്, 13 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ചാമുണ്ടിയമ്മയുടെയും തുടർന്ന് 11 മണിക്ക് വിഷ്ണുമൂർത്തിയുടെയും പുറപ്പാട് നടക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ബന്ദിയോട് മുട്ടത്ത് ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഉപ്പള നയാബസാറിലെ മുഹമ്മദ് മിഷ്ഹാബാണ് മരിച്ചത്. സുഹൃത്തിന് ഗുരുതരം. മഞ്ചേശ്വരത്ത് കർണാടക RTC ബസ്സിലെ യാത്രക്കാരെ നടുറോട്ടിൽ ഇറക്കി. ബസ് തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. പോരാട്ടം ലഹരിക്കെതിരെ. വലിയ പറമ്പ് ദ്വീപിലെ വനിതകളുടെ മിന്നൽ സേനയുടെ പ്രവർത്തനം വേറിട്ടതാകുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് യൂണിറ്റ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ. തൃക്കരിപ്പൂരിൽ നിന്നും കാലിക്കടവിലേക്ക് കൂട്ടയോട്ട മത്സരം നടത്തി.
പാണത്തൂർ മഞ്ഞരുക്കം കോവിലകം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിന് ശനിയാഴ്ച തുടക്കമാകും. 8 ദിവസം നീളുന്ന കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.